ഒരു പക്ഷേ ഒരുപാട് സമ്മർദ്ദത്തിലായിരിക്കുമ്പോഴോ ഒരുപാട് വിഷമത്തിലായിരിക്കുമ്പോഴോ ഒരു പെഗ് മദ്യം കഴിച്ചാൽ ആ വിഷമങ്ങളെല്ലാം മറക്കാം എന്ന് തോന്നാറുണ്ടോ? മദ്യപാനം നിർത്താൻ ശ്രമിക്കുമ്പോൾ പോലും നമുക്ക് വീണ്ടും വീണ്ടും കുടിക്കാനായിട്ടുള്ള ശക്തമായ തോന്നലുകളെയാണ് നമ്മൾ ക്രേവിങ്സ് എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു ആസക്തി എന്ന് പറയും. മദ്യത്തോടുള്ള നമ്മുടെ ഇത്തരം ആഗ്രഹങ്ങൾ വെറും ഒരു മാനസികാവസ്ഥയല്ല, തലച്ചോറുമായിട്ട് വളരെ നേരിട്ടുള്ളൊരു ബന്ധം അതിനുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും മദ്യം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ഹാപ്പി ഹോർമോൺ ആയിട്ടുള്ള ഡോപ്പാമിൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മളെ സമ്മർദ്ദത്തിലായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളൊന്ന് റിലാക്സ് ചെയ്യാനും നമ്മളെ എല്ലാ വിഷമങ്ങളിൽ നിന്ന് മാറ്റി ഹാപ്പി ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. മദ്യം കഴിക്കുമ്പോഴും നമ്മുടെ തലച്ചോറ് ഈ ഒരു ഡോപ്പാമിൻ തന്നെയാണ് പുറപ്പെടുവിപ്പിക്കുന്നത്. അത്തരത്തിലാണ് നമുക്ക് സങ്കടകരമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിലും സമ്മർദ്ദത്തിലായിരിക്കുമ്പോഴും നമുക്കൊരു റിലാക്സ് ഫീൽ ചെയ്യുന്നത് മദ്യം കഴിക്കുമ്പോൾ. എന്നാൽ പതിവായി നമ്മൾ മദ്യപിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് ഈ ഡോപ്പാമിനെ അടിമപ്പെടുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ഈ ഡോപ്പാമിൻ്റെ അളവ് കിട്ടാനായിട്ട് കൂടുതൽ മദ്യപാനത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ആസക്തിയായിട്ട് മാറുന്നത്. അവസാനം നമുക്ക് മദ്യപാനമല്ലാതെ, മദ്യം കഴിക്കാതെ സന്തോഷമില്ല എന്നുള്ളൊരു അവസ്ഥ വരെ എത്താനായിട്ട് കാരണമാകും. ഇങ്ങനെ വരുന്ന ആസക്തികളെ, ഇത്തരം ക്രേവിങ്സിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് 4 വഴികളാണുള്ളത്. അതിനെ നമുക്ക് സ്റ്റോപ്പ് എന്ന് വിളിക്കാം. അതായത് എസ് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ്, ഒന്ന് നിർത്തുക, ഒന്ന് ചിന്തിക്കുക, ആസക്തി ഒരു ചിന്ത മാത്രമാണെന്ന് തിരിച്ചറിയുക. ടി, തിങ്ക്, ഒന്ന് ചിന്തിക്കുക, മദ്യം കഴിച്ചിട്ടുള്ള പരിണിത ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഓ ഫോർ ഓവർടേക്ക്, മുന്നേറുക. ഈ ആസക്തിയിൽ നിന്ന് മറികടക്കാനായിട്ടുള്ള ഒരു ബദൽ മാർഗം നമുക്ക് തിരഞ്ഞെടുക്കാം. ഒരു ഫ്രണ്ടിനെ വിളിക്കാം, വ്യായാമം ചെയ്യാം, നല്ല മ്യൂസിക് കേൾക്കാം. അവസാനമായി പി ഫോർ പ്ലാൻ, ആസൂത്രണം ചെയ്യുക. അടുത്തൊരു പ്രാവശ്യം ഇതേ സാഹചര്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു ആസക്തിയിൽ നിന്ന്, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മറികടക്കുക എന്നുള്ളത് നമുക്ക് പ്ലാൻ ചെയ്യാം. ഓർക്കുക, ആസക്തി എന്നത് ഒരു രോഗാവസ്ഥയാണ്. പലപ്പോഴും അതിനെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. എന്നാൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ ഒരു ഡോക്ടറെയോ ഒരു കൗൺസിലറെയോ കാണാൻ മടിക്കരുത്. മരുന്നോ കൂട്ടിയിട്ടുള്ള ചികിത്സയോ ഇല്ലാതെ തന്നെ മദ്യപാനം ഇന്ന് തന്നെ നിർത്താം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കൂ.